Hello friends, welcome to my YouTube channel Haru and Tanu. ഡെയിലി ചപ്പാത്തിക്ക് എന്താ കറി ഉണ്ടാക്കുക എന്നുള്ള ടെൻഷനിലായിരിക്കും മിക്ക വീട്ടമ്മമാരും. അതിനുള്ളൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോളിഫ്ലവർ പൊട്ടാറ്റോ കറിയാണ്. ഇത് ചപ്പാത്തിക്ക് വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് 5 മിനിറ്റ് നമുക്ക് കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് മുക്കി വയ്ക്കാം. നമ്മുടെ കോളിഫ്ലവറിൽ പല വേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു കടായി നമുക്ക് ഇതുപോലെ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ കറിയിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. വറ്റൽമുളകും പച്ചമുളകും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കടുക് പൊട്ടി വറ്റൽമുളക് നല്ലവണ്ണം മൂത്ത് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഫെനൽ സീഡ്സ്, അതായത് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 3 ഏലക്ക ചതച്ചത് എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാല മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വളരെ നല്ലൊരു മണം വരുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് ആവശ്യത്തിന് എരിവുണ്ടാകും. നമ്മൾ 2 പച്ചമുളകും 3 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെയോ വറ്റൽമുളകിൻ്റെയോ എണ്ണം കൂട്ടിയാൽ മതി. പൊതുവേ ഞങ്ങളുടെ വീട്ടിൽ എരിവ് കഴിക്കുന്നത് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു അളവിന് മാത്രമേ എരിവ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ായിട്ട് 3 മീഡിയം സൈസ്ഡ് സവോള ഖനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ഈ സ്റ്റേജിൽ ചേർക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞങ്ങൾ സാധാരണ വീട്ടിൽ മഞ്ഞൾ വാങ്ങിച്ച് മില്ലിൽ കൊടുത്താണ് പൊടിപ്പിക്കാറുള്ളത്. അടുത്തതായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. സാധാരണയായിട്ട് ഈ പൊടികളൊക്കെ വീട്ടിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്, എങ്ങനെയാണ് ഈ പൊടികളൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതെന്ന്. ഇനി നമുക്ക് ഒരു 3 മിനിറ്റോളം ഈ പൊടികൾ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിനു ശേഷം കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന കോളിഫ്ലവർ, 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള തക്കാളി, 1 പൊട്ടാറ്റോ എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്തിരിക്കുന്ന കോളിഫ്ലവറും പൊട്ടാറ്റോവും തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടണം. നമുക്ക് കവർ ചെയ്ത് ഇതുപോലെ കുക്ക് ചെയ്യാം. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് നമുക്കൊരു മിക്സിയിലേക്ക് എടുക്കാം. ഇതിലേക്ക് 5 കശുവണ്ടി, 1/2 ടീസ്പൂൺ കഷ് കഷ് എന്നിവ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കഷ് കഷ് എന്നുള്ളത് നമുക്ക് ഗരം മസാല മിക്സിൽ ഉള്ള ഒരു ഐറ്റമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് കഴുകി ആ വെള്ളത്തോടു കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിന് ഗ്രേവി വേണ്ട രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ കഷ്കഷും
കാഷ്യൂസ് ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടും. അപ്പോൾ കഷ് കഷിന് ശരിക്കും നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. കടായി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കുക്കായിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില തൂകി കൊടുക്കാം. നല്ല ചൂടോടുകൂടി നമുക്ക് ഈ കറി സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ ഒപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം താഴെ കമൻസിൽ പറയുകയും വേണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.